ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ പ്രകാശേട്ടാ. അയ്യോ തെറ്റിപ്പോയതാ, ചപ്പാത്തി എടുക്കട്ടെ. മോള് ഇതൊന്നും കാര്യമാക്കണ്ട, മോള് കഴിച്ചോളൂ. അവരവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ വന്ദനം മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആര് മോഷ്ടിച്ചാലും വന്ദന മോഷ്ടിക്കില്ല. മാറും. കണ്ടില്ലേ വന്ദനയ്ക്കുള്ളൊരു സർട്ടിഫിക്കറ്റ്. നീ കൂടെ നിന്നാ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമുക്ക് വലിച്ചു കീറിയെറിയാം. എങ്ങനെ? എങ്ങനെയെങ്കിലും. സുത്രേ, എനിക്കും ഗോകുലിനും ചിക്കൻ പൊരിച്ചും ചപ്പാത്തി ഇങ്ങോട്ട് എടുത്തുണ്ടോ? ഉപ്പും കുരുമുളകൊക്കെ നന്നായിട്ട് ചേർന്നുണ്ട്. എന്താ ഒരു രുചി! നാവും കൂടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. എടുത്ത് കഴിക്കടാ. ഇതൊക്കെ തിന്നില്ലെങ്കിലേ വെറും കഞ്ഞിയായി പോവും, കഞ്ഞി. ചന്ദ്രികയെ, വിഷം കുത്തിവെച്ച് വളർത്തിയ കോഴിയെയും എലിയെയും ഒക്കെ രാത്രി പൊരിച്ചു തിന്നുന്നതിനേക്കാളും നല്ലതേ നല്ല ചൂട് കഞ്ഞിയാ. വിനുവേ, കഞ്ഞി കഞ്ഞി, ചൂട് കഞ്ഞി. കുത്തരിച്ചോറിന്റെ കഞ്ഞി, ചമ്മന്തി, പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. അവനവന്റെ തരത്തിനൊത്ത് പെരുമാറാനും പറ്റും. കേട്ടോടാ ഗോകുലേ, സ്കൂളിൽ വരെ ഇപ്പൊ കഞ്ഞിയും വയറൊക്കെ നിർത്തി ഇപ്പൊ സദ്യ കൊടുക്കുന്നത്. ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഈ വൃത്തികെട്ട നാവും നകത്തിട്ടൂടെ? അതേടി, കിട്ടാത്ത മുന്തിരി പുളിക്കും. മാധവ, അടച്ചു വെച്ച ചട്ടിയെ തുറന്നു നോക്കാവൂന്നും അധികം തിളച്ച കലത്തിന് പുറത്തു പോകും എന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട്. ഇനി ചപ്പാത്തി വേണ്ടല്ലോ, വയറങ്ങ് നിറഞ്ഞില്ലേ? മാധവേട്ട, കുറച്ചുകൂടെ കഞ്ഞി ഒഴിക്കട്ടെ? ഞാൻ ഒഴിച്ചോളാം. ഇന്നെന്തോ നല്ല വിശപ്പ്. എനിക്കൊരു കുറച്ച് കഞ്ഞി ഒഴിക്കാമേ. എന്തിനാ നീ വേറെ കഞ്ഞി ഒഴിക്കുന്നത്?
ഓൾറെഡി തന്നെ കഞ്ഞിയാണല്ലോ. ദേ, ഞാൻ ഈ ചൂട് കഴിഞ്ഞിട്ട് മോന്ത കഴിക്കും കേട്ടോ. എങ്കിലേ നീ വിവരമറിയും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ പ്രകാശേട്ടാ. ഏ? അയ്യോ തെറ്റിപ്പോയതാ. ചപ്പാത്തി എടുക്കട്ടെ. ഉം. മോളെ മോള് ഇതൊന്നും കാര്യമാക്കണ്ട, മോള് കഴിച്ചോളൂ. ആ കണ്ടില്ലേ, കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ മനസ്സിൽ വിഷം കലർന്നിട്ടില്ല. അതാ ഒരുമിച്ച് പങ്കിട്ട് അവര് കഴിക്കുന്നത്. ഡാ, നീ തന്നെ അങ്ങനെ അങ്ങ് തിന്നണ്ട. ആ മാധവ, നിന്റെ 5 മക്കളും ഈ പ്രായത്തിൽ ഇതുപോലായിരുന്നു. വളർന്നപ്പോ ഊണുമുറിക്ക് വരെ അവര് മതില് കെട്ടി. ഈ കുഞ്ഞുങ്ങളെങ്കിലും നല്ല മനസ്സോടെ വളർന്നു വരട്ടെ. കഴിച്ചു. സുചിത്രേ, ഗോകുലിന്റെ സ്വഭാവം കണ്ടിട്ടേ ഇത് പ്രകാശന്റെ മകൻ തന്നെയാണോ നീ? ആ കസര മറിച്ചു. ഒന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല. ആ. എന്താ അമ്മ ഇത്? ആഹാരത്തിന് മുൻപിന്ന് അവനെ ഇറങ്ങിപ്പോന്നത് കണ്ടില്ലേ? ഹ്, മോൻ ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ പെറ്റ വയറ് വേദനിച്ചു അല്ലേ? വേദനിക്കണ്ട. ആദ്യം മുലയൂട്ടിയ അമ്മയെ നാവില് തേൻ പുരട്ടി കൊടുത്ത അച്ഛന്റെയും മുമ്പില് കോഴിക്കാലും ചുമന്നുകൊണ്ട് വന്നവനവൻ. അരവയറ് ഒഴിഞ്ഞു കിടക്കട്ടെ, അല്ലെങ്കിൽ അജീർണം പിടിക്കും. അജീർണം. അച്ഛമ്മേ, എനിക്ക് കഞ്ഞി തരോ? ആ മോന് കുറച്ച് കഞ്ഞി ഒഴിച്ചു കൊടുക്ക്. മോളെ